ഒതുക്കങ്ങളിൽ നിന്ന് മുറ്റത്തേക്ക് വീണാൽ കുട്ടീനെയും കൊണ്ട് ഉമ്മ പായും. എൻ്റെ കുട്ടി കിണറ്റി ചാടി ഉമ്മ തിരിഞ്ഞു നോക്കൂല. കാരണം എനക്കെന്താണ് ഓട്ടോറിക്ഷയാണ്. എനിക്ക് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിച്ചാൽ എണ്ണ അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു 250 ഉറുപ്പിക കിട്ടുക. അത് ഉമ്മാൻ്റെ അടുത്തോണ്ടേ കൊടുക്കും. അപ്പം ഉമ്മ എന്താ പറയാ, ഇപ്പൊ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്നത് 250 വേണം ഒറ്റ. അന്നൊക്കെ പ്രസവിച്ച നേരത്ത് എനിക്കൊരു ഭയമൊക്കെ, അതിനൊക്കെ കണ്ടു പഠിച്ചടാ കുഞ്ഞുമാനെ. ഓ മാസ്ത്രിക്ക് നിങ്ങൾ കണ്ട മാതിരി ചെയ്തോളിമാൻ അവൻ പറഞ്ഞു. ആർക്കാണ് എൻ്റെ 250 വേണ്ടത്? എന്നെ ഉമ്മ തൃപ്തിപ്പെടൂല. അങ്ങനെയാണ് ഉമ്മ കരിമല്ലി മരിച്ചവും. ഉമ്മ കരിമല്ലി മരിക്കാനൊക്കെ ചെയ്തുവായിരുന്നോ? 50 കൊല്ലം സ്കൂളിൽ പഠിപ്പിച്ച മാഷിനെ ആ മാഷ് പോയപ്പോൾ കമ്മിറ്റി മര്യാദക്ക് ഒരു യാത്രയെ പോർത്തില്ല. അയാൾ കുട്ടികളെ പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അയാൾ എന്തിനാ വിചാരമാണ്? 40 കൊല്ലം നിർസ് നിർത്തിയിട്ട് അവസാനം കമ്മിറ്റിക്കാർ പുറത്തൊക്കെ ചെയ്ത് എന്തിനാ വിചാരമാണത്? അയാൾ ആർക്ക് വേണ്ടിയാണെങ്കിൽ, നാട്ടുകാർക്ക് വേണ്ടിയാണെങ്കിൽ നാട്ടുകാരെ വാതിൽക്കെട്ടും ജനൽക്കെട്ടിലൊക്കെ കിട്ടും. അത്ര തന്നെ. അള്ളാഹിനെ കൃത്യം കിട്ടൂല. നാട്ടുകാരെ തൃപ്തിപ്പെടുത്തിയാൽ വാതിൽക്കെട്ടിൽ ജനൽക്കെട്ടിലും ഒക്കെ കിട്ടും. പുറത്തിറങ്ങി പോകുന്ന ആരെങ്കിലും വണ്ടി കൊണ്ടുപോയാക്കും, മോട്ടോർ സൈക്കിൾ കിട്ടും, വണ്ടി കിട്ടും, കാർ കിട്ടും, ഒക്കെ കിട്ടും. ഈ ആരെ കിട്ടൂല? അള്ളാഹിനെ കിട്ടൂല. അള്ളാഹിനെ കിട്ടിയ നാട്ടുകാരും കിട്ടൂല. നാട്ടുകാർ കിട്ടിയാൽ പറയൊക്കെ പറയാം, രണ്ടോടും പറയാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കഴുത്തറുത്ത് കൊന്നത് ഈ ഒരു വിഷയത്തില. എന്താ പടച്ചോനെ കാരണം? കഴുത്തറുത്ത് കൊന്നു. ഖജനാവ് കട്ടുമുടിക്കുകയാണെന്ന് പറഞ്ഞു. സ്വന്തം കുടുംബക്കാർക്കും കൊടുത്തു. അപ്പോൾ സ്വന്തം കുടുംബക്കാർക്ക് ഖജനാവ് എടുത്തു കൊടുത്ത് ഖജനാവ് തൊലക്കുകയാണ് എന്ന അഭിപ്രായക്കേടുകൾ വന്നു. എന്നാൽ ഉസ്മാൻ ഒന്നും മിണ്ടിയില്ല. സത്യത്തിൽ ഉസ്മാൻ കൊടുത്തത് ഖജനാവിൻ്റെ പൈസ അല്ല, ഉസ്മാൻ്റെ പൈസ. അതിൻ്റെ പൈസ എന്ന് ഉസ്മാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. മദീനയിൽ 2 പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടാവുന്നത്. ഒരു പ്രശ്നം ഇതാണ്, വാരിക്കോരി കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ കൊടുക്കുന്ന കുടുംബക്കാർക്കാണ്. ഒരാൾ കൊടുക്കേണ്ടത് ആദ്യമാർക്കാണ്, കുടുംബക്കാർക്കാണ്. ഖുർആൻ്റെ അല്പമില്ലേ? അപ്പൊ ഖജനാവിൻ്റെ പൈസ എടുത്ത് കുടുംബക്കാർക്ക് കൊടുക്കുകയാണ് എന്ന ആക്ഷേപം ആർക്ക് വന്നു? ആരുടെ മോനെ? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആളാരാ? മദീന കണ്ട മുതലാളി. കൊടുക്കുന്നത് ഖജനാവിൻ്റെ പൈസ അല്ല, പിന്നെ ആരെ പൈസയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ പൈസയാണ്. കുടുംബക്കാർക്കല്ലേ ആദ്യം കൊടുക്കണ്ട്. അതിൻ്റെ പേര് കൈത്തറിച്ചു. എന്നിട്ട് മിണ്ടിയില്ല. എൻ്റെ പൈസ കേട്ടോ, കാരണം എൻ്റെ പൈസ അല്ല, എൻ്റെ റബ്ബിൻ്റെ പൈസ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതിനുവേണ്ടി ഷഹീദായ മനുഷ്യനാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ മോനെ, സയ്യിദുനാ ഉസ്മാൻ. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ഷിഹാബ് മക്കയിലേക്ക് നടന്നു പോയ ആളാണ്. അന്നേ ഞാൻ ഷിഹാബിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നന്മ പ്രസവിക്കും കേട്ടോ, ഇതിൽ നിന്ന് ഒരുപാട് നന്മ പ്രസവിക്കാനുണ്ട് എന്ന് അന്നേ ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞിട്ടുണ്ട്. ആ നന്മ പ്രസവിക്കുന്നൊരു സമയമാണ്. കേരളത്തിൽ അതൊരു വലിയ വിഷയമല്ല. പിന്നെയും കേരളം മുതലെടുപ്പിന് വേണ്ടി ചെയ്തു എന്ന് പറയാം പൊതുവെ. പക്ഷെ മറ്റുള്ള നാടുകളിലെ ഹജ്ജുമില്ല, ഉംറയില്ല, ദീനുമില്ല, നിസ്കാരമില്ലാത്ത നാട്ടിൽ ഒരാൾ മക്കത്തേക്ക് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് വലിയൊരാളാണ്. അപ്പോൾ ഈ ആൾക്ക് ഇവിടെ മുതലെടുപ്പ് നടത്താം. എന്താ മുതലെടുപ്പ്? പള്ളിയില്ലാത്തടത്ത് പള്ളി ഉണ്ടാക്കുക, അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. മദ്രസ ഇല്ലാത്തടത്ത് മദ്രസ ഉണ്ടാക്കുക. ഇപ്പം ഛത്തീസ്ഗഡിൽ 5 ഏക്കറയും 60 സെൻറ്റും ഭൂമിയും ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നത്. ദീനില്ലാത്ത നാട്, ദീനേ ഇല്ലാത്ത നാട്. ഇനി അവിടെ കോളേജ് ഉണ്ടാക്കാം, മദ്രസ ഉണ്ടാക്കാം. അവർക്ക് അറിവില്ല. ദീനുണ്ട്, പഠിച്ചവനെ പേടിയുണ്ട്, എന്തില്ല, അറിവില്ല. ഇനി അവിടെ അറിവുണ്ടാക്കാം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പക്ഷെ അതൊക്കെ ആ മനുഷ്യൻ ചെയ്യുമ്പോൾ ഇനി ഒരു ദിവസം ആ നാട്ടുകാർ മനുഷ്യനെ പുറത്താക്കും. അപ്പം അയാൾക്ക് വിഷമം ഉണ്ടാവൂല. എന്തിനു വേണ്ടി ചെയ്താണെങ്കിൽ ഇതെല്ലാം അയാൾ ചെയ്തത് അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ എങ്കിൽ ജനങ്ങൾ കുറ്റം പറയും. ജനങ്ങൾ കുറ്റം പറയും, ഞങ്ങൾ ഇതേ പറയും, ഞാൻ പലതും പറയും.
അപ്പോൾ അവിടുന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്താക്കിയെന്നാണ് കേട്ടത്. എന്തോ ഒരു പള്ളി കമ്മിറ്റിൻ്റെ പൈസ പിരിപ്പിച്ചില്ല, എന്തോ പ്രശ്നം ഉണ്ടായി എന്നല്ലേ കേൾക്കണത്. ഒരു മനുഷ്യനെ പറ്റി 2 ആരോപണങ്ങളാണ് പ്രാഥമികമായി ജനങ്ങൾ കൊണ്ടുവരിക. ഒന്ന് സാമ്പത്തിക ആരോപണം, 2 പെണ്ണാരോപണം. 2 ആരോപണം കൊണ്ടുവരിക. ഒരാളെ നശിപ്പിക്കാൻ 2 വഴിയാണുള്ളത്. ഒന്ന് പെണ്ണാരോപണം, 2 സാമ്പത്തിക ആരോപണം. ഈ 2ലും മാന്യന്മാർക്ക് ഇടപെടാൻ പറ്റൂല. പെണ്ണാരോപണത്തിന് ഇടപെടാൻ പറ്റൂല, സാമ്പത്തിക ആരോപണത്തിന് ഇടപെടാൻ പറ്റൂല. അപ്പം എല്ലാവരും അല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ന്യായം പറയില്ല, നമുക്കറിയില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെണ്ട് ഗനീമത്ത് ഓരി വെച്ചപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെണ്ടോ? അപ്പൊ നബി അനീതി കാണിച്ചു എന്നല്ലേ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഒരു മുസ്ലിം നാമധാരി, ഒരു മുശ്രിക്കല്ല. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസിമു അംവാലൽ ഗനീമ, തഖ്സീം ചെയ്യാം. ഗനീമത്തിന്റെ മോഹത്തിൽ മുതൽ ഓരി വെക്ക പുണ്യ റസൂൽ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഹബീബായ നബിയോട് പറയാൻ, മുഹമ്മദ് നീതി ചെയ്യും. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഒമല്ലം അകുൻ അന അഅദിൽ ഫമൻ യഅദിൽ. ഞാൻ നീതിമാനല്ലെങ്കിൽ ആരാണ് നീതിമാൻ? സുബ്ഹാനല്ലാഹ്, 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 യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്. എത്രയായിരിക്കും? ആരത് പറഞ്ഞത്? ഒരു മുസ്ലിം നാമധാരി. എന്ത് പറഞ്ഞത്? അപ്പം ആരോപണം നടത്തും. അള്ളാഹുവിന്റെ റസൂലിനെതിരെ സാമ്പത്തിക ആരോപണം നടത്തി മുഹമ്മദ് വാരിക്കോരി കൊടുക്കാണ് പൊതുമുതൽ സ്വന്തം ആളുകൾക്ക്, മക്കാർക്കാ കൊടുത്ത്. അപ്പം നീതി ചെയ്യും. അതവിടെ അനിവാര്യമായി കൊടുക്കലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ സാമ്പത്തിക ആരോപണം ആർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്? പുണ്യ പറയേ, നബി കട്ടെടുത്തു എന്നല്ല, നബി സമ്പത്തിൽ എന്ത് ചെയ്തില്ല? നീതി ചെയ്തില്ല. ആരോപണത്തിലെ വലിയ ആരോപണങ്ങളിൽ ഒന്നതാണ്. പിന്നെ ആർക്കല്ലാതിരിക്കുക? എല്ലാവർക്കും ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ, ഈ ലോകത്തെ നീതിയല്ലേ, ഈ ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ മുഹമ്മദാണ്. വലിയ നീതിമാൻ ആരടാ ഈ ലോകത്ത്? നീതിയുടെ ത്രാസ് ഉണ്ടെങ്കിൽ മുഹമ്മദാണ്. മുഹമ്മദിയത്തിലിട്ട് തൂക്കലാണ് നീതി. ലോകത്തെ നന്മയുടെ ത്രാസാണ് എന്ത്? മുഹമ്മദ്. ഏത് സാമ്പത്തിക കർമ്മത്തിൻ്റെയും നീതി ആരാണത്? അത് മീസാനുൽ മുഹമ്മദിയ എന്ന തുലാസാണത്. അതിലിട്ട് തൂക്കണം. അതിൻ്റെ പ്രാരുമില്ല, ആരുമില്ല. ഈ നീതിയുടെ നിറകുടത്തിന്റെ മേലെ ഇനി ആരുള്ളത്? നീതിയുടെ നിറകുടത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി അള്ളാഹു തൻ്റെ ഹളറത്തിലേക്ക് വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ലേ? അള്ളാഹു മൂസാ നബിയെ വിളിച്ചത് തുവാ താഴ്വരയിലേക്കാണ്. യൂനിസിനെ വിളിച്ചത് മത്സ്യത്തിൻ്റെ വയറ്റിലേക്കാണ്. അവിടെ ചൊക്കെ ഒരു അള്ളാഹുവിൻ്റെ സംഭാഷണം. എന്നാൽ മുഹമ്മദിനെ വിളിച്ചത് രണ്ടാമത്തെ ആൾ അവിടെ ഇല്ല. ആ ആൾ നീതിമാൻ അല്ലെങ്കിൽ പിന്നെ ആരുടെ നീതിമാൻ? അതാണ് പുണ്യ റസൂൽ മുസ്തഫ. എന്നിട്ട് ആ മനുഷ്യനെതിരെയും സാമ്പത്തിക ആരോപണം ഉണ്ടായി. പക്ഷെ അവിടെ ഒന്നും പ്രശ്നമില്ല. ആർക്ക് വേണ്ടി ചെയ്തതാണ്? അപ്പൊ ഒരു പ്രശ്നവും ഇല്ല. എന്ത് പ്രശ്നമുള്ളത്? നിങ്ങളെല്ലാവരും നാളെ എന്നെ ഇവിടുന്ന് പുറത്താക്കി, അൽഹംദുലില്ലാഹ്. കാരണം നിങ്ങൾക്ക് പുറത്താക്കാലോ. കാരണം നിങ്ങൾക്ക് അകത്താക്കേണ്ടവൻ പുറത്താക്കിയാലല്ലേ പ്രശ്നമുള്ളൂ. അകത്താക്കേണ്ടവൻ പുറത്താക്കിയ പ്രശ്നം. അപ്പം പുറത്ത് വെച്ച് കരയണം. അകത്താക്കാനാണ് നമ്മൾ കരയേണ്ടത്. അകത്താക്കേണ്ടവൻ അവൻ അകത്താക്കിയോ ഇല്ലേ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അല്ലാഹു അകത്താക്കി തരട്ടെ.
അള്ളാഹു അകത്താക്കി തരട്ടെ, അള്ളാഹു അകത്താക്കി തരട്ടെ, അള്ളാഹു അകത്താക്കി തരട്ടെ, അള്ളാഹു നമ്മളെ അകത്താക്കി തരട്ടെ. ആ ആളകത്താക്കണം, അള്ളാഹു അകത്താക്കണം. വേറെ എല്ലാവരും അകത്താക്കിയിട്ട് എന്തിടെ കാര്യം? എന്ത് അള്ളാഹു നമ്മളെ അകത്താക്കി തരട്ടെ. അള്ളാഹിന്റെ പൊരുത്തത്തിന് ചെയ്യണം. ഭാര്യയുടെ നിന്റെ ഭാര്യയുടെ വായിലേക്ക് പൊക്കിക്കൊടുക്കുന്ന ഒരു വിരള നിനക്ക് സ്വതക്കയാണ്. പക്ഷെ നീ അത് ആർക്ക് വേണ്ടി ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടി. നീ കഷ്ടപ്പെട്ട് ഹലാലായി സമ്പാദിച്ച് അവൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഹലാലായ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. മറ്റേ ഓള് സന്തോഷിക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് എന്തും കൊടുക്കാം. അള്ളാഹു സന്തോഷിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്ത് കൊടുക്കൂ? നല്ല ഉഷാറിലിരിക്കി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവള് സന്തോഷിക്കാൻ വേണ്ടിയാണെങ്കിൽ മുതൽ ബൽച്ചൂട്ടി ജമാമാലൻ ബൽച്ചൂട്ടിയൊക്കെ ഓളെ കയ്യിൽ അങ്ങനെ കൊണ്ടു കൊടുത്തു. ഓളെ ഇറച്ചിയും ചോറും ഒക്കെ ഉണ്ടാക്കി രണ്ടാളും അങ്ങനെ തിന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ടതൊക്കെ ഓള് ചെയ്തു കൊടുത്തു. അപ്പോൾ അവളെ സന്തോഷിപ്പിച്ച ആരെയാണ്? അവളെയാണ്, അവനെയാണ്, അവളെയാണ്. അതേ സമയത്ത് അള്ളാന്റെ പൊരുത്തത്തിനാണ് ഭാര്യക്ക് ഭക്ഷണം കൊടുത്തതെങ്കിലോ എന്ത് കൊടുക്കൂല? പറയടോ, ഹറാം കൊടുക്കൂല. എന്തേ കൊടുക്കൂ? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. ഏതൊക്കെ ഹദീസ്? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അല്ലാഹു ഏറ്റവും നല്ലവനാണ്, നല്ലതല്ലാത്ത ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അപ്പം നയിച്ചുണ്ടാക്കിയത് അവൾക്ക് തിന്നാൻ കൊടുക്കുള്ളൂ. അപ്പോൾ അടുത്ത പരയിൽ ബിരിയാണിയാണ്. ഇവിടെ ബിരിയാണി ഇല്ല, ഇവിടെ വെള്ളച്ചോറ് കുറച്ച് മുരിങ്ങാൾച്ചോണ്. ആയിക്കോട്ടെ, നമ്മളൊന്നുമില്ല. പക്ഷെ ആ കുട്ടിയൊക്കെ ഒരു ഉറപ്പുണ്ടാവും, ഞങ്ങളെ ബാപ്പ ഹലാലല്ലാത്ത ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരൂല. കാരണം ഞങ്ങളെ പൊരുത്തത്തിന് വേണ്ടിയല്ല, ബാപ്പ ധാര പൊരുത്തത്തിനാണ്, അള്ളാഹ് പൊരുത്തത്തിനാണ്. മനസ്സിലാവുള്ളൂ പറഞ്ഞത്? ഭാര്യനെ കൊല്ലം കൊണ്ട് ഹജ്ജിന് പറഞ്ഞേക്കാം, ഭാര്യൻ്റെ വാപ്പാനെ പറഞ്ഞേക്കാം ഹജ്ജിന് ഓന് അനധികൃതമായ പൈസയാണ് കിട്ടണമെങ്കിൽ. നേരെ മറിച്ച് അനധികൃതമായ പൈസ കിട്ടുന്നില്ല, ഓനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കാണ് എങ്കിൽ ഓളെ ഏട്ടത്തി അണിജത്തി ഒക്കെ ഉമ്രക്കും ഓള് പോവില്ല. എന്തുകൊണ്ട്? ഓളതിനോട് ചീത്ത അറിയും. നിനക്ക് എന്ത് ചെയ്തെന്നിട്ട് ഒരു കാര്യം. എൻ്റെ എത്താത്തയും എൻ്റെ അമ്മായും എൻ്റെ അഞ്ചത്തി മാളും ഒക്കെ എത്ര വട്ട ഉമ്രക്കോയി ഞങ്ങളോട് കരഞ്ഞ് കാലുടിച്ചു. എന്നിട്ട് നിങ്ങൾ ഉമ്രക്കൊണ്ടുപോയി. അപ്പോഴും കരിയും, ഉള്ളിലും കരിയുന്നുണ്ട്. എന്ത് ഉള്ളിലും കരിയുന്നുണ്ടോ? അല്ലേ, കരിയുണ്ട്. പഠിച്ചോനെ എനിക്കോളം ഉമ്ര കൊണ്ടുപോകാൻ മല പോലെ പൂട്ടിണ്ട്, പക്ഷെ എനിക്കതിന് കഴിയില്ല. ആ സന്ദർഭത്തിലൊക്കെ ഓക്കുമ്രൻ്റെ കൂലില്ലെങ്കിലും ഓനുമ്രൻ്റെ കൂലിണ്ട്. ഓരോ ചീത്തേക്കും എന്നാ പറയണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. എന്തുകൊണ്ട്? സത്യല്ലേ? കാരണം ഇവൻ ഉമ്ര കൊണ്ടുപോകണം, മറ്റുള്ള ഉമ്രൻ്റെ പേരെടുക്കാനാണ്. അതെന്താണെങ്കിലും ഓനെ കൊണ്ടാണ് കാര്യം. എത്ര വട്ടപ്പോ ഓളെ ഉമ്ര കൊണ്ടേത് അങ്ങനെ പറയല ലക്ഷ്യം. അത് ഇവന്റെ ലക്ഷ്യം ആരെ പൊരുത്താണ്? അവരെ നന്ദിയല്ല, അള്ളാഹ് നന്ദിയാണ്. ഇന്നഹാ കാന ലക്കും ജസാഅൻ വകാന സഅയ്കും മഷ്കൂറാ. അള്ളാഹു നന്ദി ചെയ്യും, അതാണ് ലക്ഷ്യം. അപ്പം നമ്മൾ കഷ്ടപ്പെടും. ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യ കുറ്റം പറയും, എടുത്തൊടുത്ത വസ്ത്രത്തിന് അവൾ മൂത്തിക്കറി. ഒരു നല്ല തുണിപ്പങ്ങൾ എടുത്തു തരും, ആ മൂത്തിക്കറി. പിന്നെ ഓക്കാനെ അറിയാം, കുറച്ച് കഴിഞ്ഞാൽ ഓനൊന്ന് പിടി പോയി എന്നാൽ പിന്നെ ഓളെന്നെ എടുത്തേക്കും. നല്ല പ്രഥമ ദൃഷ്ടി അവളത് മൂത്തിക്കറി. ഇതൊക്കെ മനുഷ്യെടുക്കും. എന്ത് കാര്യങ്ങളോടൊക്കെ നിങ്ങളെ പെണ്ണുങ്ങളായിട്ട് എന്താ കാര്യം? കാരണം 4000-നും 5000-നും സാധനം ലഹങ്കയും മറ്റതൊക്കെ കാണായല്ല, അതോനെടുക്കാൻ കഴിയൂല. കഴിയും, പക്ഷേ അള്ളാന്റെ പൊരുത്തണ്ടാകാത്ത സമ്പാദിക്കണം, അത് നടക്കൂല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഭാര്യ പൊരുത്തപ്പെട്ടില്ലേ? ജീവചാറണ്ട. അമ്മായിമ്മ പൊരുത്തപ്പെട്ടില്ലേ? ജീവചാറണ്ട. അമ്മോശാക്ക പൊരുത്തപ്പെട്ടില്ലേ? ജീവചാറണ്ട.
ഉമ്മ പൊരുത്തപ്പെട്ടില്ലേ, അതിലും ചെയ്യാറുണ്ട, അതിലും ചെയ്യാറാണ്. എൻ്റെ അനുജൻ ഗൾഫിൽ പോയി, ഓന് മാസത്തിന് 25,000 ഇങ്ങനെ അമ്മ കേസ് കൊടുക്കും. അപ്പോൾ എന്താണ്, ഓൻ്റെ കുട്ടി ഒന്ന് തോലരങ്ങണ്ട, ഒന്ന് ഒതുക്കങ്ങളിൽ മുറ്റത്തേക്ക് വീണാൽ കുട്ടിനെയും കൊണ്ട് ഉമ്മ പായും. എൻ്റെ കുട്ടി കിണറ്റി ചാടി ഉമ്മ തിരിഞ്ഞു നോക്കൂല. കാരണം എനക്കെന്താണ്, ഓട്ടോറിക്ഷയാണ്. എനിക്ക് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിച്ചാൽ എണ്ണ അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു 250 ഉറുപ്പ്യ കിട്ടുക, അത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. അപ്പം ഉമ്മ എന്താ പറയാ, ഇപ്പൊ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് 250 ഒറ്റ. അന്നൊക്കെ പ്രസവിച്ച നേരത്ത് എനിക്കൊരു ഭയമൊക്കെ, അതിനൊക്കെ കണ്ടു പഠിച്ചതാ കുഞ്ഞിമാനെ. ഓ മാസ്തിരിക്ക് നിങ്ങൾ കണ്ട മാതിരി ചെയ്തോളിമാനാവൻ പറഞ്ഞു. ആർക്കാണ് എൻ്റെ 250 വേണ്ട? അപ്പൊ എന്നെ ഉമ്മ തൃപ്തിപ്പെടൂല. അങ്ങനെയാണ് ഉമ്മ കരിമല്ലി മരിച്ചവും. ഉമ്മ കരിമല്ലി മരിക്കാനൊക്കെ ചെയ്തുവായിരുന്നോ? ഉമ്മ തൃപ്തിപ്പെടൂല. ഉമ്മാനോട് മുങ്കർ നക്കീറാണ് പറയാ, എൻ്റെ കദീസ്ഥാത്ത നിങ്ങളൊരു പൊട്ടത്തിയ, നിങ്ങളെ കുഞ്ഞുമാൻ കള്ളനാ. അതേ സമയത്ത് നിങ്ങൾ ആ എമൗണ്ട് ഉണ്ടല്ലോ ഒന്നല്ലോന, ഓനാ 250 മതി. അതിന് 250 500 കഷ്ടപ്പാടുണ്ടോന്. അത് ഹലാലല്ലാത്ത ഒരു ഉറുപ്പ്യയില് ഇല്ല. മനസ്സിലായില്ലേ? ജുമാ കഴിഞ്ഞിട്ട് നാട്ടിലെ മുതലാളി മൂലയന്മാരൊക്കെ കൂട്ടിക്കൊണ്ടുപോകും ഭക്ഷണത്തിന് വെള്ളിയാഴ്ച. അങ്ങനെ നാട്ടിൻ്റെ നോട്ടിക്കളി ഉള്ള സംഭവമാണ്. അപ്പം അവിടുത്തെ ഒരു തമാശക്കാരനായ ഒരു സാധു മൂലയന്മാരൊക്കെ, ഉസ്താദേ നിങ്ങൾ എൻ്റെ മുമ്പ് വരണോ? മൂലയന്മാരൊന്ന് ചിരിച്ചും, കാരണം പിന്നെ മുതലാളിനെ പല്ലിയ പോകണ്ട്. അപ്പോൾ ഇപ്പം മോട്ടോർ സൈക്കിൾ കയറിനടിയിൽ മെല്ലെ പറയും, നിങ്ങൾക്ക് ഹലാല് തിന്നാനുള്ള തോഫിയൊക്കില്ല. ഇത് നടന്ന സംഭവം, നടന്ന സംഭവം, ഇത് നടന്ന സംഭവം, ഇത് നടന്ന സംഭവം. അല്ലാഹു ഇത് നടന്ന സംഭവം. നിങ്ങൾ ഉസ്താദന്മാർ മെല്ലെ പറയും, നിങ്ങൾക്ക് ഉസ്താദന്മാരെ ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള തോഫിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? ഭയങ്കര പാടുണ്ടായില്ല. ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് പറയില്ല, ഞാൻ അപ്പുറം പറഞ്ഞാൽ പൊളിയും, ഇനി പറയില്ല, കഴിഞ്ഞു. നടന്ന സംഭവം, നടന്ന സംഭവം. ഇപ്പം നിങ്ങളെ ചിന്തിക്കുക, ഇപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കുറെ കൊടുക്കലും. അപ്പം ഉമ്മ പൊരുത്തപ്പെട്ടില്ല, ബാപ്പിയും പൊരുത്തപ്പെട്ടില്ല. എനിക്ക് അടുത്ത അച്ഛനോണ് കുറച്ച് 10,000 ഉറുപ്പ്യ ഉണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് കഴിഞ്ഞില്ല. ഇതെങ്ങനെയോ കഷ്ടപ്പെട്ട് 1000-1500 ഉറുപ്പ്യ കൊടുത്ത് ബാപ്പം അജ്ജിന് ദ്വാരക്കാൻ വേണ്ടി, നിങ്ങൾ ഇന്ന് ദ്വാരക്കേണ്ട ഇപ്പാന്ന് പറഞ്ഞാൽ വരെ ഒന്ന് മൂളേ ഉള്ളൂ. എന്തുകൊണ്ട്? എനിക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് കള്ളനുണ്ട്, വേറൊരു കള്ളനുണ്ട്, ഭൂലോക കള്ളൻ. ആ കള്ളനാണ് എൻ്റെ അനുജൻ. ഓനുള്ള പൈസ മുഴുവൻ അതിന് പേടിക്കന്നെ വേണ്ട, അതിൻ്റെ പൈസ ഒക്കെ ഞാൻ തരാം. അങ്ങനെയുടെ ആൺകുട്ടികളെന്ന് പറയും. ആര്? ബാപ്പ. ഓന് ബാപ്പാൻ്റെ പൊരുത്താണ് ആവശ്യം. ബാപ്പാൻ്റെ പൊരുത്തുണ്ടായി ആരെ പൊരുത്തുണ്ടാവില്ല? അള്ളാനെ പൊരുത്തുണ്ടായിട്ടേ ബാപ്പാൻ്റെ പൊരുത്തുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടെ നമ്മൾ ആരെ പൊരുത്ത് ആഗ്രഹിച്ചാൽ മതി. നാട്ടിലൊന്നും നന്ദി പറഞ്ഞില്ലെങ്കിലും ഒരു ബേജാറ് വേണ്ട. നന്ദിയെ പറ്റി നമ്മളൊരു സമ്മേളനത്തോട് ഉപമിച്ചാൽ മതി. നന്ദി ഒരു സമ്മേളനത്തിലെ അവസാനത്തെ ഐറ്റമാണ് എന്ത്? നന്ദി. അത് കാലം വരെ ഒരാളും കേട്ടിട്ടില്ല. ഇനി അതും കൂടി കേൾക്കാൻ ഒരുത്തം അവിടെ കൂടുകയാണെങ്കിൽ ഓന അരക്കായിക്കോട്ട് പറ്റൂല. ഒരാളെ നന്ദി നോക്കണ്ട, നിങ്ങൾ ആരെ നന്ദി നോക്കിക്കളി. അല്ലാ, നന്ദി എന്ന് പറഞ്ഞത് കുഞ്ഞവറാൻകുട്ടിയാണ്, അവിടുത്തെ ട്രഷറർ. മൂപ്പർക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ വരച്ച് വീണിട്ടുണ്ടാവും. മൂപ്പര് നന്ദിയോട്ട് പറയില്ല, നന്ദി പറയേണ്ട ആവശ്യമില്ല. മൂപ്പര് എന്തിൽ വന്നാൽ മതി, സ്റ്റേജിലേക്കാണ് എഴുത്തിൽ നോട്ടീസിൽ നന്ദി കുഞ്ഞവറാൻകുട്ടി ട്രഷറർ ജുമാ മസ്ജിദിൽ നിന്ന് എഴുതിയാൽ മതി. അത്രയേ ആവശ്യമുള്ളൂ. നാട്ടുകാർ അതോട്ട് കേൾക്കൂല. കാരണം നാട്ടുകാർക്കറിയാം കുഞ്ഞവറാൻകുട്ടിയാക്കാക്ക് സ്റ്റേജിൽ കയറിയ ബോധം കെട്ട് പോകുന്നു. അപ്പം ഇതാണ് നന്ദി. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ നന്ദിയൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരാളെ നന്ദി നമുക്ക് ആവശ്യം ഇല്ല. നമുക്ക് ആരാ നന്ദി മതി, അത് തരുകയും ചെയ്യും.
ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുകും മഷ്കൂറാ. ഏതാ സൂറത്ത്? ഇൻസാൻ. സൂറത്തുൽ ദഹർ എന്നും ഇൻസാൻ എന്നും പേരുണ്ട്. ആദ്യം ഓതിയത് സൂറത്തുൻ നിസാ 114. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫഅൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം എന്താണ്? ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. എന്ത് ചെയ്തോ അതാരെ പൊരുത്തത്തിനാകണം? അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനാകണം. സയ്യിദുന അലിയുനിൽ മുർത്തള കഷ്ടപ്പെട്ടിട്ടാണ് പ്രതിയോഗിയെ ശത്രുവിനെ കീഴ്പ്പെടുത്തിയത്. വേറൊരാൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയൂല, ആജാതി ശത്രുവാ. കീഴ്പ്പെടുത്തി, കൈ കൂട്ടിപ്പിടിച്ചു, അവൻ്റെ നെഞ്ചത്ത് വെച്ചു. ഇനി വാൾ പ്രയോഗിക്കുകയേ വേണ്ടൂ, അവൻ്റെ കഥ കഴിയും. അവൻ അങ്ങനത്തെ ശല്യക്കാരനാണ്, എല്ലാ നന്മയെയും എതിർക്കുന്ന മുട്ടാളനാണ്. അവൻ്റെ അർത്ഥവൻ്റെ കഥ കഴിച്ചാൽ ആ യുദ്ധം അവിടെ അനിവാര്യമാണ്. പക്ഷേ ഒറ്റ തുപ്പ് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മുഖത്തേക്ക് വിട്ടു 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 പോയിക്കോ. ഇപ്പോൾ ആളുകൾ ചോദിച്ചു, ഇതെന്താണ് ഈ വെട്ടിത്തരം കാണിച്ചത്? അവനങ്ങനെ ഒരു കിട്ടൽ കിട്ടിയിട്ട് അവനങ്ങനെ ഇനി കിട്ടൂല. അത്രയും വലിയ പ്രശ്നക്കാരൻ ബില്ലാളിയാണ്. നിങ്ങൾക്ക് അള്ളാഹു ഒരു അവസരം തന്നിട്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ അവനെ യുദ്ധം ചെയ്തത് അള്ളാഹുവിന് വേണ്ടി, അവനെ കീഴ്പ്പെടുത്തിയത് അള്ളാഹുവിന്, അവൻ്റെ കൈ നെഞ്ചത്ത് പിടിച്ചു വെച്ചത് അള്ളാഹ്ക്ക് വേണ്ടി, അവൻ്റെ തലവെട്ടാൻ ആഗ്രഹിച്ചതും അള്ളാഹ്ക്ക് വേണ്ടി. അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പിപ്പോയി. അപ്പോൾ എനിക്കവനോട് ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ തലവെട്ടിയാൽ അത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അത് പറയടാ, ആമീൻ പറയടാ. സയ്യിദ്ന അലി ആരടാ? മൻ മിസ്ലുഹു, ആരടാ അങ്ങനെ ഉണ്ടാവുക? മൻ മിസ്ലുഹു എന്നല്ലേ സയ്യിദ്ന ജിബ്രീൽ പറഞ്ഞത് പുതപ്പിൽ കിടന്നപ്പോൾ? ആരുടെ അങ്ങനെ ഒരാളുണ്ടാവുക? പുതപ്പിൽ കിടന്നില്ലേ സയ്യിദ്ന അലി? ആരുടെ പുതപ്പിൽ? മുത്ത് മുഹമ്മദ് മുസ്തഫ രാത്രി എണീറ്റ് പോയപ്പോൾ ആ പുതപ്പിൽ അലിയെ കടത്തി. ആ വീട് വളഞ്ഞു നിൽക്കുന്ന ആളുകൾ ആ പുതപ്പിലിട്ട് വെട്ടാലോ? അപ്പോൾ ആ പുതപ്പിട്ട് മൂടിയോടെ കിടന്നു അലി. പുറത്തുനിന്ന് കാണുന്നവരൊക്കെ നബി അവിടെ തന്നെ ഉള്ളിലുണ്ട്, പുറത്തിറങ്ങുമ്പോൾ വെട്ട. ഞാൻ അതിലൊരു പിരാന്തൻ കയറി പുതപ്പിൻ്റെ മേലെയും വെട്ടിക്കൂടെ? അത് ചിന്തിച്ചൂടെ? അപ്പം മുഖം പുറത്തേക്ക് കാട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് അലിയാന്ന് മനസ്സിലാവും ചെയ്തല്ലോ. ജനം നേരം വെളുക്കുന്നത് വരെ എന്തായിട്ട് കണക്കാക്കണത്? ഇത് റസൂലാണ്. ഒരൊറ്റ ആ സംഭവത്തിൽ സയ്യിദ്നാ ജിബ്രീൽ ഇറങ്ങി വന്ന് പറഞ്ഞ വാക്കാണ് മൻ മിസ്ലുഹു. ഇങ്ങനെ ആരാണ് ഒരാൾ ഉണ്ടാവുക? അതാണ് സയ്യിദ്നാ അലി. അതാണ് സയ്യിദ്നാ അലി. അതാണ് അലിയുനിൽ മുർത്തള. അതാണ് അലിയുനിൽ മുർത്തള. മൻ മിസ്ലുഹു. ആരാണടാ ഇങ്ങനെ വേറൊരാൾ? അതാണ് സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഞാൻ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യൂല, ഞാൻ ചെയ്യൂല, ഒന്നും ചെയ്യൂല. അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖിന് മേലെയാന്നല്ല, അവരൊക്കെ മേലെ തന്നെ. പക്ഷെ ഇതൊക്കെ ഒരു വാക്കിൻ്റെ പരമാവധി വാക്കാണ്. അതാണ് സയ്യിദ്നാ അലി. ചെയ്യൂല, കാരണം ആർക്ക് വേണ്ടിയല്ലാതെ ഇല്ല, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഇല്ല, ഒന്നും ചെയ്യൂല. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഉത്തരം കിട്ടി. എന്താ ഉത്തരം? എല്ലാമാർക്ക് വേണ്ടി, എന്തോ അല്ലാഹുവിന് വേണ്ടി. അപ്പോൾ പിന്നെ അമ്മുമില്ല, ഓമ്മുമില്ല, ഒന്നുമില്ല. 50 കൊല്ലം സ്കൂളിൽ പഠിപ്പിച്ച മാഷിനെ, ആ മാഷ് പോയപ്പോൾ കമ്മിറ്റി മര്യാദക്കൊരു യാത്രയെ പൂർത്തില്ല. അയാൾ കുട്ടികളെ പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അയാൾ നിരവചരമാണ്. 40 കൊല്ലം ദർസ് നടത്തിയിട്ട് അവസാനം കമ്മിറ്റിക്കാർ പുറത്തൊക്കെ ചെയ്ത് എന്തിനാ ബേജാറാവണത്? അയാൾ ആർക്ക് വേണ്ടിയാണെങ്കിൽ, നാട്ടുകാർക്ക് വേണ്ടിയാണെങ്കിൽ നാട്ടുകാരെ വാതിൽക്കെട്ടും ജനൽക്കെട്ടിലൊക്കെ കിട്ടും, അത്ര തന്നെ. അള്ളാഹിനെ കൃത്യം കിട്ടൂല. നാട്ടുകാരെ തൃപ്തിപ്പെടുത്തിയ വാതിൽക്കെട്ടിൽ ജനൽക്കെട്ടിലും ഒക്കെ കിട്ടും. പുറത്തിറങ്ങി പോകുന്ന ആരെങ്കിലും വണ്ടി കൊണ്ടുപോയാക്കും, മോട്ടോർ സൈക്കിൾ കിട്ടും, വണ്ടി കിട്ടും, കാറ് കിട്ടും, ഒക്കെ കിട്ടും. ഈ ആരെ കിട്ടൂല? അള്ളാഹിനെ കിട്ടൂല. അതാണ് അള്ളാഹിനെ കിട്ടിയ നാട്ടുകാരും കിട്ടൂല. നാട്ടുകാരെ കിട്ടിയാൽ പറയാം, ഉറക്കം പറയാം, 2 വട്ടം പറയാം, 3 വട്ടം പറയാം. നാട്ടുകാരെ കിട്ടിയാൽ അള്ളാഹിനെ കിട്ടൂല. അള്ളാഹിനെ കിട്ടിയാൽ നാട്ടുകാരെ കിട്ടൂല. ഉറപ്പ്.
അത്ര തന്നെ. നാട്ടുകാർ കിട്ടിയാൽ അള്ളാനും കിട്ടൂല, അള്ളാനും കിട്ടിയാൽ നാട്ടുകാരും കിട്ടൂല. അതുറപ്പ്. നിനക്ക് കിട്ടേണ്ടത് നാട്ടുകാരെ അല്ല, ആരെയാണ്? അല്ലാഹ്. അതുകൊണ്ടല്ലേ ഹുബൈബ് അള്ളാഹ്ക്ക് വേണ്ടി മരിക്കല്ലേ? അപ്പോൾ അള്ളാഹു അല്ലേ ഒരാളാ മനുഷ്യനെ സ്വീകരിക്കല്ലോ, മരിക്കല്ലേ? അപ്പോഴല്ലേ അള്ളാഹു അതിന് സ്വാഗതം പറഞ്ഞ അള്ളാഹു ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് സബബുൻ നുസൂലുകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ സബബുൻ നുസൂൽ അതാണ്. ഭയങ്കരാണ് ആയത്ത്. സ്വാഗതം പറഞ്ഞത് അള്ളയാ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ വറക്കെ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ഒരു അവലാതി ആരെ പറ്റിയും ഇല്ല. കാരണം ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പിന്നെന്താ അവലാദിയ? ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ രക്ഷിതാവായ എന്നിലേക്ക് മടങ്ങിപ്പോര്. റാദിയതൻ മർദിയ, നിനക്ക് എന്നെയും ഇഷ്ടം, എനിക്ക് നിന്നെയും ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. اللهم اجعلنا منهم 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 اللهم اجعلنا منهم. തെമ്മാടിയായ കള്ളപ്രവാചകനായ അസ്വദുൽ അനസി ഒരു സ്വഹാബിയെ പിടിച്ച് കൊല്ലാനൊരുങ്ങി. അല്ലെങ്കിൽ ഞാൻ നബിയാന്ന് വാദിച്ചോന്നാണോ? ഇല്ല എന്ന് പറഞ്ഞു. കോർക്കുന്നാണ് ചേർത്തിട്ട് എൻ്റെ തല ഇതിലേക്ക് ഞാൻ എറിയുന്നാണ്. എറിഞ്ഞോന്നാണ്. അങ്ങനെ അറുത്തിട്ട് ആ മഹാനെ നദിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അപ്പോൾ ആ തല ഒറ്റക്ക് ഇങ്ങനെ നീന്തി അല വജ്ഹിൽ മാഇ, വെള്ളത്തിന് മുകളിൽ കൂടെ അങ്ങനെ നീന്തി. അസ്വദുൽ അനസിയും കിങ്കരന്മാരും നോക്കി നിൽക്കുമ്പോൾ പുഴയിൽ ഓടലിൽ നിന്ന് തല വെട്ടിയിട്ട് പുഴയ്ക്കെറിഞ്ഞു. തല ഒറ്റക്ക് ഇങ്ങനെ നീന്തി അലാ വജ്ഹിൽ മായി, വെള്ളത്തിന്റെ മുകളിലൂടെ. ഫഖാൽ, എന്നിട്ട് ആ തല പറഞ്ഞു, യാ ഏ വിഡ്ഢിയായ മനുഷ്യ, യാ കദ്ദാബ്, ഏ കള്ളാ, അസ്മഉ കലാമ റബ്ബി, എൻ്റെ റബ്ബ് പറയുന്നത് ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഈ ചെവിയിലൂടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. ഇങ്ങോട്ട് പോര് കുട്ടിയെ, ഇങ്ങോട്ട് പോര് എൻ്റെ അടിമേ, എൻ്റെ അടിമേ ഇങ്ങോട്ട് പോര്. മുത്മഇന്ന, ശാന്തമാണ്. നീ ആർക്ക് വേണ്ടി ചെയ്തതാണ്? എനിക്ക് വേണ്ടി. റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, എനിക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആൾ എനിക്കുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിന്നെയും ഞാൻ ചേർത്തു. ഫദ്ഖുലി ജന്നതി, ആദ്യം സ്വർഗത്തിലേക്കല്ല കയറുന്നത്, ആദ്യം അങ്ങനെ താളിലേക്ക് ചേരും, പിന്നെ സ്വർഗത്തിൽ കയറും. സ്വർഗത്തെ മുന്തിച്ചില്ല. സ്വർഗം 2-ാം നമ്പറാണ്. സ്വർഗം 1-ാം നമ്പറല്ല. സ്വർഗം നമ്പറല്ല. സ്വർഗം 1-ാം നമ്പറാണ്. തിന്നാവുകൾക്ക് മന്തി മുണുങ്ങണം എന്നാഗ്രഹിക്കണ ആമുക്കുകൾക്ക് 1-ാം നമ്പർ എന്താണ്? സ്വർഗം. അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നവർക്ക് 1-ാം നമ്പർ ഇങ്ങനത്തെ പോലത്തെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടലാണ്. പിന്നെ ഒരെത്തിനോടത്തെത്തും. തവഫനി മുസ്ലിമൻ, സയ്യിദ്നാ യൂസുഫ് നബിയുടെ ദുആ അലൈഹിസ്സലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി സാലിഹീങ്ങളിലേക്ക് ചേർത്തോണ്ടാ. അത്ര. പിന്നെ എവിടെ എത്തും? അവരെത്തിനോടത്തെത്തും. എവിടെ തന്നെ ആവശ്യം? പിന്നെ കണ്ണിയത്തിലേക്ക് എത്തോടെ. പിന്നെ എവിടെ എത്തും? കണ്ണിയത്തിനോടത്തെത്തും. അതുപോലെ എന്തേ പോരെ എന്തേ ബാഫക്കത്തങ്ങളിലേക്ക് എന്നെ ചേർത്തോണ്ട. എവിടെ എത്തും? ബാഫക്കത്തങ്ങളെത്തോടത്തെത്തും. പൂക്കത്തങ്ങളിലേക്ക് ചേർത്തോണ്ട. എവിടെ എത്തും? പറേ ഷാഫി മാമിലേക്ക് ചേർത്തോണ്ട. എവിടെ എത്തും? പറേ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അവരിലേക്ക് ചേർത്തോണ്ട. പിന്നെ എവിടെ എത്തും? അവരെത്തിനോടത്തെത്തും. അത്ര മതി. അവരാരാ? പറേ ഇബ്തിഗാഅ വമൻ യഫഅൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, ആരെ പൊരുത്തത്തിന് ചെയ്തവരാണ്? അല്ലാഹ്. നീ വർത്താനല്ല. എന്തും പറഞ്ഞാലും എന്തും ഒരു കൂലിപ്പണി എടുത്താലും എന്ത് ചെയ്താലും. എനിക്കറിയുന്ന ഒരു കൂലിപ്പണിക്കാരനുണ്ട്. അയാൾ കൂലിപ്പണിക്ക് അയാൾ ആരെയും വിളിച്ചാൽ തന്നെ അയാൾ പറയും, പിന്നെ ബാങ്ക് കൊടുക്കാൻ ഞാൻ പള്ളിയൊക്കെ പോകും. അപ്പം എനിക്ക് വിഷമം ഉണ്ടാകരുത്. ബാങ്കട കൊടുത്താൽ ഞാൻ പള്ളിയൊക്കെ പോകും.
പിന്നെ ജമാഅത്ത് കഴിഞ്ഞിട്ടേ വന്നിട്ട് കൈക്കോട്ട് എടുക്കുള്ളൂ. സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. ആയിക്കോട്ടെ, സമ്മതമാണ്. അങ്ങനെ വൈകുന്നേരം പണി കൊടുക്കും. കയറി പോരുമ്പോൾ 800 റുപ്യ കൂലി കൊടുത്താൽ കുറച്ച് പൈസ മടക്കി കൊടുക്കും. അത്ര വേണ്ട, ഞാൻ കുറച്ചു നേരം പണിയെടുത്തിട്ടില്ല, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് തന്നതാണ്, അതിന് തരാൻ മാത്രം ഇജാളല്ല, അത് ഓനെടുത്ത പണിയാണ്, അതിന് ജോലി ഇരുന്ന്. മനസ്സിലായില്ല? ഓന് വേണ്ടി ഞാൻ എടുത്ത പണിക്ക് ജോലിയല്ല, അത് ഓൻ തന്നോളൂ. എങ്ങനെയുണ്ട്? ജമാഅത്തും കിട്ടി, ജോലിയും കിട്ടി, അങ്ങനെ പറയല്ലോ. അവിടെ ഓൻ്റെ നല്ല മനസ്സനാ, അങ്ങനെ പറയല്ലേ. ഓൻ്റെ അടുത്ത് പണിയെടുത്താൽ ജമാഅത്തും കിട്ടും, കൂലിയും കിട്ടും, ഓന് കൂലിയൊന്നും കുറക്കൂല, അങ്ങനെ പറഞ്ഞൂടെ? അതിന് കൂലി തരാൻ പറ്റൂല. അത് ഞാൻ പണിയെടുത്തത് എനക്ക് വേണ്ടിയല്ല, വേറെ മുതലാളിക്ക് വേണ്ടിയാ. അതിന് കൂലി തരരുത്. കാരണം അവർ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാ? അല്ലാ. നാടൻ 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 പക്ക നാടൻ. حسبي ربي جل الله ما في قلبي غير الله 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 എന്തിലും 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 ഒരാൾക്ക് ചായം കൊടുത്താൽ കൂലി കിട്ടും, കള്ളയും കൊടുത്താൽ കൂലി കിട്ടൂല. എന്തിനൊക്കെ കൂലിട്ട്, എന്തിനും കൂലിട്ടും. അള്ളാഹിനെ പെടുത്താനാണ് ആഗ്രഹം. എന്തിനും എന്തും അങ്ങനെ നോട്ടൊന്നുമില്ല. അള്ളാഹിൻ്റെ പൊരുത്തമാണ് ആഗ്രഹം. അള്ളാഹിൻ്റെ പൊരുത്തം, സംഘടന വളർത്തലല്ല, അള്ളാഹിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നെ ആഗ്രഹം. അള്ളാഹിൻ്റെ പൊരുത്താണ് ആഗ്രഹം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനിയും എവിടെയെങ്കിലും പറയാം. എന്താ ഈ 4-5 ക്ലാസ്സുകൾ മൊത്തം എന്താണ്? നന്ദി ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? വേറൊരാളിൽ നിന്ന് നന്ദി ആഗ്രഹിക്കരുത്. നമുക്ക് നന്ദി ചെയ്യേണ്ടത് അള്ളാഹുവാണ്. അത് അള്ളാഹു ചെയ്യുകയും ചെയ്യും. അത് ഞാൻ തെളിവും പറഞ്ഞു. എവിടുന്ന്? സൂറത്തുൽ ഇൻസാനിൽ നിന്ന്. അള്ളാഹു ഇതെല്ലാം പരലോകത്തെല്ലാം ചെയ്തു തന്നിട്ട് പിന്നെ പറയും, ഇതെല്ലാം നിങ്ങൾക്കുള്ള ജസയാ, പ്രതിഫലം. നിങ്ങളെ അധ്വാനം നന്ദി കാണിക്കപ്പെടേണ്ട അധ്വാനമായിരുന്നു. നന്ദി കാണിക്കപ്പെടേണ്ട അധ്വാനമായിരുന്നു. അതായത് ആര് നന്ദി കാണിക്കേണ്ട? ഞാൻ. കാരണം ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്തത്, അപ്പോൾ നന്ദി ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇന്ന ഹാദാ കാന ലക്കും ജസാൻ വകാന സഅയുക്കും മഷ്കൂറ. അവിടെ നന്ദി പറയേണ്ടത് ആരാണ്? അല്ലാഹ്. അല്ലാഹ് നന്ദി പറഞ്ഞു, എല്ലാം ചെയ്തു. പിന്നെ എന്തി പറഞ്ഞു? നന്ദിട്ടാ, നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തില്ലേ, നന്ദിയുണ്ട്. അപ്പൊ മുതലും കിട്ടി, പറേ നന്ദി കിട്ടി. ആരാ നന്ദി പറയണത്? അല്ലാഹു. ഇന്ന ഹാദാ കാന ലക്കും ജസാൻ വകാന സഅയുക്കും മഷ്കൂറ. അന്നെ ഭാര്യ നന്ദി പറഞ്ഞാൽ എന്ത്, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത്? ആരെന്ത് പറഞ്ഞാൽ, അമ്മോശക്ക് നന്ദി പറഞ്ഞാൽ എന്ത്, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത്? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മതി. ഒരു മികവ് ആഗ്രഹിക്കണ്ട. എന്തും അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക, ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക. ഒരു കമ്മിറ്റി നീ പ്രവർത്തിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഒരു കാര്യം പറഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരെന്നെ പുറത്താക്കി, നീ പുറത്തു വന്നു, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ആ നാട്ടിൽ ഒന്നും പറ്റാത്തവനാക്കി, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഒരെന്നെ ആ മാലിൽ നിന്ന് പുറത്താക്കി, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എന്നോട് ഒരാൾ വർത്താനം പറയുകയാണെങ്കിൽ അപ്പുറത്തേക്ക് ഓനോടപ്പം വർത്താനം പറയുന്നു, ഒക്കെ എന്നെ ഒരു ഒഴിവാക്കി. ആർക്ക് വേണ്ടി? പറയാ ആർക്ക് വേണ്ടി? അള്ളാഹ് വേണ്ടി. അപ്പോൾ ഒരു സന്തോഷിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാരാ? അല്ലാഹ്. മനസ്സിലായി? മൻ അർളന്നാസ ബിസുഖ്തില്ലാ. അള്ളാഹുവിനെ കോപപ്പെടുത്തി ഒരാൾ ജനങ്ങളെ സന്തോഷിപ്പിച്ചാൽ ഒരിത്ര പോലും പരലോകത്തവന് ബാക്കി ഉണ്ടാവില്ല. അള്ളാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒമൻ അർളല്ലാഹ ബിസുഖ്തിന്നാസ്. അതേ മനുഷ്യൻ തിരിച്ച് ഒരാൾ ജനങ്ങളെ ദേഷ്യപ്പെടുത്തിയിട്ട് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി, അവനാണ് പരലോകത്തെ വിജയ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഒന്നുകൂടി പറയാം. ഒരാൾ പിന്നെ ചോദിച്ചാൽ മതി. ആ ഹദീസ് വിശദമായി ഞാൻ തലേന്ന് ഇങ്ങനെ ഓടി ചാടിയതാണ്. അതിന് ഒരാൾ ആവശ്യക്കാർ തന്നെ ഹദീസ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ മൊത്തം ഹദീസ് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഹദീസിൻ്റെ സാരാംശം എങ്ങനെയാണ്? ഒരാൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട്
അള്ളാനെ കോപിപ്പിച്ചിട്ട് ആരെ തൃപ്തിപ്പെടുത്തി? അവൻ പരലോകത്തിന് ഏറ്റവും വലിയ പരാജിതനാണ്. ഒരാൾ ജനങ്ങളെ കോപിപ്പിച്ചിട്ട് അള്ളാനെ തൃപ്തിപ്പെടുത്തിയാൽ അവൻ പരലോകത്തെ ഏറ്റവും വലിയ വിജയിയ. ഇജ്ജ് തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെ മാത്രം. ജനം തൃപ്തിപ്പെട്ടാലും വേണ്ടില്ല, തൃപ്തിപ്പെട്ടാലും വേണ്ടില്ല. ജനം എൻ്റെ തൃപ്തിപ്പെട്ടു പറ്റില്ല. അതിലെന്താ എനിക്ക്? ചിലപ്പോൾ തൃപ്തിപ്പെടും, ചിലപ്പോൾ തൃപ്തിപ്പെടൂല. പോയാൽ നന്നായി. 40 കൊല്ലം കഴിഞ്ഞ് എന്താ അവസാനം ഞാൻ മരിച്ചു. ആ മഹല്ലിൽ പ്രസിഡന്റ് സെക്രട്ടറി ആയി, നീ പ്രസിഡന്റായി അല്ലെങ്കിൽ ഖാളിയായാണ് മരിച്ചാൽ പിന്നെ എൻ്റെ ശത്രുക്കൾ എന്ത് പറയും? ഏതായാലും ഇപ്പോൾ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ നമ്മളൊന്നും പറയണ്ട. അല്ല എൻ്റെ അങ്ങനെ പറയാം. അല്ല ഒന്നുമില്ല, മരിച്ചു ഇനിയിപ്പോൾ നമ്മളെന്തിനാ പറയണത്? കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പറയണ്ട. അതായത് ഓന് ഇജ് അവിടെ കാളിപ്പണി എടുത്തും ഇജ് പ്രസിഡൻ്റായതും സെക്രട്ടറി ആയതും ഇഷ്ടമായിട്ടില്ല, ഓന് ഇഷ്ടമായിട്ടില്ല. അതിന് ഓന് ഇഷ്ടമായിട്ടില്ല. എനിക്ക് എന്താണ്? ഇജാർക്ക് വേണ്ടി പണിയെടുത്താണ്? അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്താണ്. അത്രേ ആവശ്യമുള്ളൂ. അള്ളാഹുവാണ് നമ്മൾ നേതാവ്, അള്ളാഹുവാണ് രക്ഷിതാവ്, അള്ളാഹുവാണ് ദാതാവ്. അള്ളാഹ്ക്ക് വേണ്ടിയാ ചെയ്യേണ്ടത്. അള്ളാഹുവിൽ നിന്നല്ലാത്ത ഒരാളിൽ നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല. ബാക്കി إلى حضرة المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم غير المغضوب عليهم ولا الضالين. آمين.